പാർട്ടി താങ്കളോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറാകുമോ? തീർച്ചയായും പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ ഞാൻ പാർട്ടി പറയുന്ന അത് പൂർണ്ണമായും സ്വീകരിച്ച് അതിന് തയ്യാറാണ്. നിലമ്പൂരിലെ CPM സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി വരുന്നൊരു പേര് പ്രൊഫസർ തോമസ് മാത്യുവിന്റേതാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസ് അധികാരിന്റെ ഭൂരിപക്ഷം 5000-ലേക്ക് അതിനടുപ്പിച്ചെത്തിക്കാൻ കഴിഞ്ഞ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം ഇപ്പോഴും സജീവ ചർച്ചകളിൽ പേരുകൾ വരുന്നുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ നമ്മോടൊപ്പം അയവിറക്കുകയാണ്. 2 തവണ ആര്യാടൻ മുഹമ്മദോട് മത്സരിച്ചു, 5000 വരെ ഭൂരിപക്ഷം എത്തിച്ചു. ആ ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ എങ്ങനെയാണ് കാണുന്നത്? ആ ഒരു പോരാട്ടത്തെ വളരെ സജീവമായ പോരാട്ടമായിരുന്നു. 2 പ്രാവശ്യം 96-ലും 2011-ലും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ആ 2 പരാജയങ്ങൾ എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും ഞാൻ അതിനൊരു പരാജയമായി കണ്ടിട്ടില്ല. അതാണ് എനിക്ക് ആ ഇലക്ഷനെ പറ്റിയുള്ള എന്റെ അനുഭവം. അതായത് ഒരു ആര്യാടൻ മുഹമ്മദിനെ പോലെ വലിയ കരുത്തനായ ഒരു കോൺഗ്രസ് നേതാവിനെ അങ്ങനെ നല്ലൊരു ഫൈറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു ആ സമയത്ത്, അല്ലേ? തീർച്ചയായും നല്ല ഫൈറ്റായിരുന്നു. അതും നല്ല മാന്യമായ ഫൈറ്റായിരുന്നു. ആ ഇലക്ഷന് വേണ്ട ജനാധിപത്യ ശൈലിയുള്ള എല്ലാ അന്തസ്സുകളും അഭിജാത്യമുള്ള മത്സരം തന്നെയായിരുന്നു. തുടർന്ന് താങ്കൾ രാഷ്ട്രീയ മേഖലയിൽ സജീവം തന്നെയായിരുന്നു, അല്ലെ? ഞാൻ രാഷ്ട്രീയ മേഖലയിൽ പൊതുജനങ്ങളുടെ ഇടയ്ക്ക് ഞാൻ സജീവമാണ് ഇപ്പോഴും. പക്ഷേ സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ ആയിട്ട് ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്. അതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. ഇപ്പോഴും സ്ഥാനാർത്ഥി ചർച്ചകളിൽ താങ്കളുടെ പേര് കടന്നു വരുന്നുണ്ട്. പാർട്ടി താങ്കളോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറാകുമോ? തീർച്ചയായും പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ ഞാൻ പാർട്ടി പറയുന്ന അത് പൂർണ്ണമായും സ്വീകരിച്ച് അതിന് തയ്യാറാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ താങ്കൾ 2 തവണ മത്സരിച്ചിട്ടുള്ള ആളാണ്, ഇവിടെയുള്ള ആളാണ്. എങ്ങനെയാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? നിലമ്പൂർ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. കാരണം ഇടതുപക്ഷ MLA ഇവിടുന്ന് രാജിവെച്ച സാഹചര്യത്തിലാണ് ഇവിടെ ഇലക്ഷൻ നിർബന്ധമായി അടിച്ച് ജനത്തെ ഏൽപ്പിക്കേണ്ടി വന്നത്. അതിന് തക്കതായ മറുപടി കൊടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇടതുപക്ഷത്തിന് നിലമ്പൂർ മണ്ണിൽ ജയിക്കാൻ പറ്റിയ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. PV അൻവർ പിന്നെ UDFനൊപ്പം നിൽക്കുന്നില്ല എന്നൊക്കെ വരുന്നുണ്ട്. PV അൻവർ ഒരു എഫക്റ്റായി മാറുമോ? അത് CPMനെതിരായി മാറുമോ? LDFനെതിരായി മാറുമെന്ന് കരുതുന്നുണ്ടോ? PV അൻവർ രാജിവെച്ച് പോയതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് കാര്യമായ ക്ഷീണങ്ങളൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അത് ഇടതുപക്ഷ അനുകൂല ഒരു മണ്ഡലം തന്നെയാണ് ഇപ്പോൾ. ഒരു അൻവർ എഫക്റ്റ് ഉണ്ടാവാൻ വഴിയില്ല? ഒരിക്കലുമില്ല. പിന്നെ അൻവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അൻവറിന്റെ വ്യക്തിപരമായ കാരണങ്ങളാണ് തീരുമാനമെടുത്തത്. അതിന്റെ സ്വാധീനങ്ങൾ അൻവർ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അതെങ്ങനെ വരുന്നു എന്നതനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ പലയിടത്തും ഉണ്ടാവാം. അത് എല്ലാ ഭാഗത്തും ഉണ്ടാവാം. കാരണം അൻവർ ഇവിടെ 9 വർഷമായിട്ട് MLA ആയിരുന്ന ആളാണ്. അത് ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയില്ല. MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെ ഇവിടെ വിജയിപ്പിക്കുന്നതിന് പൂർണ്ണമായും കൂടെ നിന്ന് പ്രഖ്യാപനം നടന്ന് ആഘോഷങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തെ നിലമ്പൂരിനെതിരായ വടവറം പാലം വരെ ഒപ്പം നിന്ന് പരസ്യമായി കൊണ്ടുപോയ ആൾപ്പെട്ട ആളാണ് തോമസ് മാത്യു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനങ്ങളുണ്ട്. അത് ഇടതിനെയും വലതിനെയും ഒക്കെ സ്വാധീനിച്ചേക്കാം. പക്ഷേ എങ്കിലും നിലമ്പൂർ ഇടതുപക്ഷത്തിന് ഇപ്പോൾ വിജയിക്കാൻ പറ്റിയ സാഹചര്യമാണ്. അപ്പോൾ സാമുദായിക സമവാക്യങ്ങൾ കൂടി സ്വാഭാവിക ചർച്ചകളിൽ കടന്നു വരാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ താങ്കളോട് വരുമ്പോൾ കുറെ കൂടി LDFന് കുറച്ചുകൂടി എഡ്ജ് കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ ഒരു മതവാദിയായ ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മേഖലയിൽ ഏതെങ്കിലും മതത്തിന്റെ സ്വാധീനം കൂടുതലോ കുറവോ കൊണ്ടൊന്നും അല്ല ഒരു ജനാധിപത്യം നിൽക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അവിടെ മനുഷ്യർ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യ സമൂഹം ആണ് അവരുടെ പ്രതിനിധി ആരും തീരുമാനിക്കേണ്ടത്. അത് ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്ത് ഭിക്ഷാദാരിദ്ര്യ രാജ്യത്ത് ജനാധിപത്യം നിൽക്കുന്ന കാഴ്ചപ്പാടുള്ള ആളുകളുടെ സമൂഹമാണ് വളർന്നു വരുന്നത്. അത് മതവും ജാതിയും ഒന്നുമല്ല അതിൽ നിർണ്ണയിക്കേണ്ട ഘടകങ്ങൾ. എന്തായാലും പിന്നെ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞ തയ്യാറാണ്. LDFന് അനുകൂല സാഹചര്യമുണ്ട്. തീർച്ചയായും LDFന് അനുകൂല സാഹചര്യം ഇന്ന് ഇവിടെ നിലമ്പൂർ മണ്ണിലുണ്ട്. യാതൊരു സംശയവുമില്ല. തീർച്ചയായും നിലമ്പൂര് LDFന് അനുകൂലമായ സാഹചര്യം തന്നെയാണ്. പാർട്ടി തന്നെ മത്സരിക്കാൻ അനുവദിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അതിന് തയ്യാറാണെന്നുകൂടി ആര്യാടനെ വിറപ്പിച്ച തോമസ് മാത്യു പറയുകയാണ്. അൻഡൂപ് ചീക്കോടിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, നിലമ്പൂർ.